ഈ തുടങ്ങി കുടുങ്ങി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. സത്യത്തിലേ അത് സംഭവിച്ചത് ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിലാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അതായത് CNN അടക്കം പുറത്തുവിട്ടുള്ള ന്യൂസാണ്. അതായത് അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ഡാൻ കെയ്നിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഈ ഡാൻ കെയ്നും അതേപോലെ തന്നെ പീറ്റ് ഹെക്സത്തും അതേപോലെ തന്നെ JD വാൻസും അടങ്ങിയ ആൾക്കാർ അവരുടെ ഒരു ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വേറെ വല്ല ബൈപ്പാസ് വഴിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇജാതി പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ യുദ്ധം ജയിക്കാനും പോകുന്നില്ല, ഒരിക്കലും തീരാനും പോകുന്നില്ല എന്നുള്ള ആ ഒരു നിലപാട് ഓൾറെഡി അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഈ യുദ്ധത്തിന് എതിരായിട്ട് ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായമാണുള്ളത് നമുക്കറിയാം. JD വാൻസ് ടോട്ടലി വേറൊരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് ഇങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ പിന്തുണയ്ക്കേണ്ടി വരുന്ന ഒരു നിലപാട്, ഒരു അവസ്ഥ JD വാൻസിനുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഇത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക സീക്രട്ട് ആയിട്ടുള്ള, ഇവരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശത്രുവിന് ഒരു തരത്തിലുള്ള ആശാവഹമായിട്ടുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരാത്ത രീതിയിൽ, അതായത് ഇവരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ചർച്ചയെ, അതിലുള്ള പോയിന്റിനെ എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോഴും ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര ക്യൂരിയസ് ആണ് ആ ഒരു സാധനം. എന്താണ് ഇതിന്റെ റീസൺ ഇത് പുറത്തു വരാനുള്ളത് എന്നുള്ളത് അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. JD വാൻസും അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഈ ടീമുകൾക്കിടയിലുള്ള വിള്ളലാണോ അതിന്റെ റീസൺ എന്നുള്ളത് പറയാനും വയ്യ. അപ്പോ ഈ ഒരു തീരുമാനം വരുന്നതിന്റെ പശ്ചാത്തലമുണ്ട്. അത് ഇറാനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിന് ട്രംപ് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇറാനെ വ്യാപകമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുമായിട്ട് ട്രംപ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പരിപാടി, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. അതായത് ഈ ആക്രമണം കൊണ്ട് മാത്രം, എയർ സ്ട്രൈക്ക് കൊണ്ട് മാത്രം ഈ യുദ്ധം വിജയിക്കാനേ പോകുന്നില്ല. ഇറാൻ ഒരു തരത്തിലും ഇറാനെ എന്താ പറയുക മുട്ടുകുത്തിക്കാനേ പറ്റത്തില്ല വ്യോമാക്രമണം കൊണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇനിയിപ്പോൾ സൈനിക നടപടിയിലൂടെ, അതായത് ഗ്രൗണ്ടിലൂടെ ഫോഴ്സിനെ പെനിട്രേറ്റ് ചെയ്യിപ്പിച്ച് പരിപാടി വല്ലതും നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, ഇറാന്റെ ടെറൈൻ എന്ന് പറയുന്നത് അമേരിക്കക്ക് ഒട്ടും പരിചയമില്ലാത്ത ടെറൈൻ ആണ് താനും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് ബേസിൽ നിന്നാണോ ഇവർ ആക്രമണം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉദാഹരണത്തിന് എയർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ബന്ദർ അബ്ബാസിലും കിഷൻ ദ്വീപിലടക്കം അമേരിക്ക വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക യൂസ് ചെയ്തിട്ടുള്ള ഖത്തറിന്റെയും കുവൈത്തിന്റെയും അതേപോലെ തന്നെ ബഹ്റൈൻ്റെ ഒക്കെ ബേസുകൾ തകർത്ത് തരിപ്പണമാവുകയും ചെയ്തു. ആ ബേസിൽ നിന്നും ഇനി ഒരു ആക്രമണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അടുത്തതായിട്ട് അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് ജോർദാനാണ്. ജോർദാനിൽ നിന്ന് ആക്രമണം തുടങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ CIA ആസ്ഥാനം അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? ഇനിയിപ്പോൾ വല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഇതുപോലെയുള്ള അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാൻ അവിടെയും പോയി അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വാർ ഫീൽഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് എവിടെ നിന്ന് അറ്റാക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാലും, ഏത് ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു കഴിഞ്ഞാലും ഇറാൻ അതിനെ തടുക്കുന്നു. ഇറാൻ അതുക്കും മേലെയുള്ള ആക്രമണം ഇറാൻ മുന്നോട്ട് വെക്കുന്നു. ഈ ഹോർമൂസ് ആണെങ്കിൽ തുറക്കാനും പറ്റാത്തൊരവസ്ഥ, ഇറാനും ഒമാനും കൂടെ ഒരുമിച്ച് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇനി അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, സീറോ ഐപാക്ക് അല്ലെങ്കിൽ ഐപാക്കിന്റെ സീറോ ഫണ്ടിങ്ങിൽ ആണ് ഞാൻ എന്താ പറയാ മത്സരിക്കുന്നതെന്ന് പറയുന്ന സ്ഥാനാർത്ഥികള് അവിടെ ജയിച്ചു കയറുന്നു. ഇപ്പൊ കോൺഗ്രസിലുള്ള ആൾക്കാരടക്കം ഒരുത്തനടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പിയിട്ടുണ്ട് എന്നുള്ളതാണ്. 60 മില്യണോളാണ് ആ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന നിലപാടെടുക്കുന്ന ആൾക്കാർ ജയിച്ചു വരുന്നു എന്ന് പറയുന്ന അമേരിക്കൻ പൊളിറ്റിക്സിൽ തന്നെ ഡ്രിഫ്റ്റ് ഉണ്ടാവുന്ന രീതിയിലേക്ക്, ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന രീതിയിലേക്ക് ഈ വാർ മാറുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേലിനെ താങ്ങി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ലോബിയിങ് നടത്തുന്ന ഈ പറയുന്ന ട്രംപ് അടക്കമുള്ള ടീമുകൾക്കാണ്. അമേരിക്കയുടെ പബ്ലിക് അതിന് ടോട്ടലി എഗെയിൻസ്റ്റ് ആണെന്നുള്ള രീതിയിലേക്കും കൂടെ കാര്യങ്ങൾ മാറി വരുന്നു എന്നുള്ളതാണ്. അപ്പോ അമേരിക്കൻ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
അതായത് ആക്സിയോസ് അടക്കം CNN അടക്കം പബ്ലിഷ് ചെയ്തിട്ടുള്ള പല സർവേകളും പ്രകാരം പറയുന്നത് ഈ മൂന്നിൽ ഒരു വിഭാഗം ആൾക്കാർ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിലേക്ക് മാറി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻഡിൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിനോട് ഒരു കൂട്ടി വായിക്കേണ്ട ഒരു സാധനമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും നമ്മുടെ എന്താ പറയുക തുർക്കി അടക്കം ഉണ്ടാക്കിയിട്ടുള്ള കരാറും ആരെങ്കിലും ഒരാൾ ആക്രമിച്ച എല്ലാവരെയും ആക്രമിച്ചതിന് തുല്യമാണെന്നൊക്കെ പറയുന്ന രീതിയിൽ ഏകദേശം ഈ പറയുന്ന നാറ്റോ ആയിട്ട് റിസംബ്ലൻസസ് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള കരാറുകൾ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. അമേരിക്ക എന്ന് പറയുന്ന ലോക തോൽവികളെ കൂട്ടത്തിൽ കൂട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒപ്പം കൂട്ടിയത് കൊണ്ടോ അവരെ സെക്യൂരിറ്റി ഏൽപ്പിച്ചത് കൊണ്ടോ ഒരു തേങ്ങയും നടപ്പിലാവത്തില്ല, ഇവന്മാർക്ക് ഒരു തേങ്ങയും പറ്റത്തില്ല എന്നുള്ള കാര്യം അവരും കൂടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോ ജിയോ പൊളിറ്റിക്സിലെ അലയായിട്ട് നിൽക്കുന്ന ആൾക്കാരടക്കം കൈവിട്ട് പോകുന്നു. അതേപോലെ തന്നെ ലോകത്ത് എവിടെ ആക്രമണത്തിന് പോയി കഴിഞ്ഞാലും കൂടെ മൂടും താങ്ങി പോകുന്ന നാറ്റോ ഈ ആക്രമണത്തിന് വരുന്നേ ഇല്ല. അവരുടെ എയർബേസുകൾ അവർ വിട്ടുകൊടുക്കുന്നില്ല, അവരുടെ ഒരു സൈന്യം പോലും ഇതിന് സപ്പോർട്ടിന് വരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേലിന്റെ മൂഡ് താങ്ങാനും ഇസ്രായേലിനെ അവിടെ കുഴിച്ചിടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ അമേരിക്ക ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ട്രംപിനും ഈ പറയുന്ന ടീമുകൾക്കും മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് അമേരിക്ക അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ആക്രമണം കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങയും നടപ്പിലാവാൻ പോകുന്നില്ല, ഇറാന്റെ മേലെ ഇറാനെ മുട്ടുകുത്തിക്കാനും പോകുന്നില്ല. ഇറാൻ എന്ന് പറയുന്നത് ഹോർമൂസ് അടക്കം കൺട്രോൾ ചെയ്യുന്ന സൂപ്പർ പവർ ആയിട്ട് അവിടെ മാറുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. സത്യത്തില് അമേരിക്ക ഇറാന് വലിയൊരു സഹായമാണ് ഈ യുദ്ധത്തിലൂടെ ചെയ്തു വെച്ചെന്നുള്ളതാണ്. ലോകത്തിലെ ആർക്കും ചെന്ന് മൂക്കിൽ വലിച്ച് കയറ്റാം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു ഇറാനെ കുറിച്ച്. ഇനി ഇറാനെ കുറിച്ചുള്ള തോന്നൽ അതങ്ങനെയല്ല. അമേരിക്ക എന്ന് പറയുന്ന ലോക വൻ ശക്തി രാഷ്ട്രത്തെ മുട്ടുകുത്തിക്കുകയും അവരുടെ ജിയോ പൊളിറ്റിക്സിലും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ അവരുടെ എക്കോണമിയിലടക്കം വേൾഡ് എക്കോണമിയിലടക്കം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും നെഗറ്റീവായിട്ട് ഭവിക്കുകയും ചെയ്തിട്ടുള്ള ചില ചലനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള രാജ്യമായിട്ട് ഇറാൻ മാറും കൂടെ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് കാണേണ്ടത്. അപ്പൊ ഇനിയിപ്പോ ലോകരാജ്യങ്ങളോടും അതേപോലെ തന്നെ ട്രംപിനോടും ടീമുകളോടും ഈ സംയുക്ത സൈനിക നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ വേറെ വല്ല വഴിയും കണ്ടെത്തിക്കോ, വേറെ വല്ല പുതു വഴി വെട്ടിക്കോ, ഉപരോധം കൊണ്ട് കാര്യമില്ല, എയർ സ്ട്രൈക്ക് കൊണ്ട് കാര്യമില്ല, ആ റീജിയനിൽ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല, ഈ ഹോർമൂസിന്റെ ചുറ്റുപുറം കുറെ കപ്പലുകളെ നിരത്തിയിട്ട് ഇറാനിലോട്ട് കയറുകയും ഇറാനിലോട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള കപ്പലുകളെ ആക്രമിച്ചിട്ടും യാതൊരു കാര്യമില്ല. ഒരു തരത്തിലുള്ള കാര്യം ഒരു തരത്തിലും എഫക്റ്റ് ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോ വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ നോക്കിക്കോ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ് ഈ ഒരു വാറിന്റെ കാര്യത്തിൽ നമ്മൾ കാണണ്ടേ എന്നുള്ളതാണ്.